നമസ്കാരം. ചെങ്ങന്നൂർ ചെറിയനാട് ഭാസ്കരക്കാരൻ അവരെ കൊന്നത് മരുമകൾ ഷെറിനാണ് എന്ന കാര്യത്തിൽ ഷെറിന് പോലും സംശയമില്ല. അങ്ങനെ തെളിവുകൾ പൂർണ്ണമായും കണ്ടെത്തി കോടതി ശിക്ഷിച്ചു ജീവപര്യന്തം. ജീവപര്യന്തം എന്നാൽ ജീവിതാന്ത്യം വരെ എന്നാണ് നിയമം. പക്ഷേ നല്ല നടപ്പുള്ള അബദ്ധത്തിൽ കുറ്റകൃത്യം ചെയ്തവരെ വേണമെങ്കിൽ സർക്കാരിനെ നേരത്തെ വിടാം. ഷെറിൻ നല്ല നടപ്പുകാരി അല്ല എന്ന് സകലർക്കും അറിയാം. അനേകം തവണ ഷെറിൻ ജയിലിൽ പ്രശ്നമുണ്ടാക്കിയതുകൊണ്ട്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കണ്ടുപിടിച്ചതുകൊണ്ട്, സഹതടവുകാരുമായി കലാപമുണ്ടാക്കിയതുകൊണ്ട് ജയിൽ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഷെറിനെ സംരക്ഷിക്കാൻ അനേകം പേരുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ജയിൽ അധികാരികളിൽ ചിലരുമായുള്ള ഷെറിൻ്റെ വഴിവിട്ട ബന്ധമാണ് എന്നാണ് പണ്ടും പലർ ആരോപിച്ചിരുന്നത്. ജയിൽ അധികാരികൾ മാത്രമല്ല, രാഷ്ട്രീയ താല്പര്യമുള്ള ചില ആളുകളും ഷെറിന് വേണ്ടി രംഗത്തുണ്ടെന്നും മന്ത്രിസഭയിലെ പ്രമുഖനായ കെ.ബി. ഗണേഷ് കുമാർ തന്നെ ഷെറിൻ്റെ സഹായിയായി രംഗത്തുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഷെറിൻ പരോളിൽ ഇറങ്ങുമ്പോഴൊക്കെ ഗണേഷ് കുമാറിൻ്റെ ജീവനക്കാരനാണ് ഷെറിനെ പോയി ജയിലിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയതെന്ന ആരോപണം ചിലർ ഉയർത്തിക്കഴിഞ്ഞു. ജ്യോതികുമാർ ചാമക്കാല എന്ന കോൺഗ്രസ് നേതാവാണ് ഗുരുതരമായി ആരോപണം ഉന്നയിച്ചത്. അങ്ങനെ ഷെറിനെ വിദൂരമായ ചില കരങ്ങൾ സംരക്ഷിക്കുന്നത് കൊണ്ട് കൃത്യം 14 വർഷം പൂർത്തിയാക്കിയപ്പോൾ തന്നെ ആവശ്യത്തിലധികം പരോൾ അനുഭവിച്ച ഷെറിൻ പുറത്തിറങ്ങാൻ സർക്കാർ മുൻകൈയെടുക്കുന്നു. ആ മന്ത്രിസഭാ യോഗം ചേർന്ന് അനുമതി കൊടുത്തു. ഗവർണറുടെ പരിഗണനയിലാണ്. അതിനിടയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ജനൻ TV രംഗത്ത് വന്നിരിക്കുന്നു. ജനൻ TVയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അനിൽ നമ്പ്യാരാണ് ഷെറിനൊപ്പം ജയിലിൽ താമസിച്ച സുനിത എന്ന തടവുകാരിയുടെ അഭിമുഖം പുറത്തുവിട്ടിരിക്കുന്നത്. ഷെറിൻ ജയിലിലായിരുന്നപ്പോൾ അതേ സെല്ലിലായിരുന്നു സുനിതയും താമസിച്ചിരുന്നത്. ഷെറിന് വഴിവിട്ട എല്ലാ സൗകര്യങ്ങളും അധികാരികൾ ചെയ്തു കൊടുക്കുന്നു. ചില ജയിൽ അധികാരികളുമായി ഷെറിനെ ശാരീരിക ബന്ധം പോലും ഉണ്ടായിരുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് സുനിത ഉന്നയിക്കുന്നത്. ഇല്ലീഗലായിട്ട് ഷെറിനെ ദുരുപയോഗം ചെയ്തിരുന്ന വ്യക്തിയാണ്. കാരണം ഒരു തടവുകാരിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് തടവുകാരി സമ്മതം അവിടെ പ്രസക്തമല്ല എൻ്റെ അറിവിൽ. കാരണം തടവുകാരിയുടെ ശരിക്കും അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെട്ടാണ് ജയിലിൽ കഴിയുന്നത്. അവരുടെ പിന്നെ അവരുടെ സമ്മതത്തിന് അവിടെ പ്രസക്തി ഇല്ല. ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥന്മാരുണ്ടോ? ഇല്ല, പാടില്ലല്ലോ. ഇല്ല, പാടില്ല. പിന്നെ എന്തിനായിരുന്നു ഈ ഇദ്ദേഹം ഷെറിനെ കാണാനാണ് ഷെറിനെ ലോക്കപ്പിന് ശേഷം ഷെറിൻ സാറിന് വേണ്ടിയിട്ടാണ് ഷെറിനെ കൊണ്ടുപോയിരുന്നത്. അതിൽ അക്കാര്യത്തിൽ എല്ലാ തടവുകാരും ആ സമയത്ത് കണ്ടിരുന്നതാണ്. എന്നെ പുറത്തിറക്കാൻ സഹായിക്കാം, എൻ്റെ പരാതി മുന്നോട്ട് കൊണ്ടുപോരുത്, സുനിത മാത്രമാണ് എനിക്ക് പ്രശ്നത്തിന് നിൽക്കുള്ളൂ, ദീപ് സാറ് ഒരു പ്രശ്നത്തിന് നിൽക്കില്ല, സാറായിട്ട് ഞാൻ നല്ല റിലേഷനിലാണ്, അതായത് വേറെ മറ്റു ബന്ധങ്ങളുള്ളതാണെന്നുള്ളത് ഷെറിൻ ശാരീരികമായി ബന്ധമുള്ളതെന്നാണ് ഷെറിൻ തുറന്നു പറഞ്ഞത് എന്നോട്. മാത്രമല്ല ഷെറിന് മൊബൈൽ ഫോണും ഐപാഡും ഒക്കെ ഇവർ ചെയ്തു കൊടുത്തിരുന്നത്രേ. പൊന്നുപോലെയാണ് ഷെറിനെ അവർ നോക്കിയിരുന്നത്. ഷെറിൻ മേക്കപ്പ് ഇട്ടുകൊണ്ടാണ്, ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടാണ് ജയിലിൽ പോലും കഴിഞ്ഞിരുന്നത്. അതിനുള്ള സൗകര്യങ്ങളെല്ലാം അധികാരികൾ ഷെറിന് ചെയ്തു കൊടുത്തിരുന്നു. ഷെറിൻ ജയിലിലെ രാജകുമാരിയായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുകയാണ് ജനൻ TVയിലൂടെ സുനിത. ഷെറിന് പ്രത്യേക പരിഗണനകളൊക്കെ കിട്ടിയിരുന്നോ ജയിലിൽ? ഷെറിന് മാത്രമാണ് അവിടെ പരിഗണനകൾ കിട്ടിയിരുന്നത്. ഷെറിന് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും ഷെറിൻ പറയുന്ന ഭക്ഷണം ഷെറിൻ പറയുന്ന സമയത്ത് അവിടെ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുകൊടുക്കുമായിരുന്നു. ഷെറിൻ്റെ റൂമിൽ ഷെറിന് കിടക്കാനായിട്ടൊരു ഷെറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബെഡ്ഷീറ്റ്, പിന്നെ തലയണ, പിന്നെ ഹൈറ്റുള്ള ഒരു വലിയ ബക്കറ്റ് നിറയെ അവരുടെ വസ്ത്രങ്ങൾ, ഒരു 6 ജോഡിയോളം വെള്ള ഡ്രസ്സ് മാത്രം, അങ്ങനെ ഒരുപാട്, പിന്നെ ഒരു 10,000 രൂപയുടെയെങ്കിലും കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടാവും. അതൊക്കെ ഷെറിൻ്റെ റൂമിൽ പ്രത്യേകമായിട്ട് അനുവദിച്ചിരുന്നു. അതിൽ ആർക്കും ഒരു പരാതി ഉണ്ടായില്ല. ഷെറിന് മേക്കപ്പ് സാധനങ്ങൾ, മുഖം നോക്കാൻ മിറർ, അതൊക്കെ ഷെറിന് പ്രത്യേകമായിട്ട് അനുവദിച്ച സാധനങ്ങളായി. ലിപ്സ്റ്റിക്ക്, ഐലൈനർ ഒക്കെ ഉണ്ടായിരുന്നു ഷെറിൻ്റെ റൂമിൽ. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടായിരുന്നോ? ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടായിരുന്നു. അതിൽ പ്രതിഷേധമൊന്നും ഉണ്ടായിരുന്നില്ലേ? മറ്റ് തടവുകാർക്ക് പ്രതിഷേധമൊന്നുമില്ല. കാരണം അവിടെ ഒരു 2-3 ഉദ്യോഗസ്ഥരൊഴികെ ബാക്കി എല്ലാവരും ഷെറിൻ്റെ മാസപ്പടി വാങ്ങുന്നവരാണ്. അവിടെ സൂപ്രണ്ട് ഒരു മുസ്ലിമാണ്, എനിക്ക് പേര് ഓർമ്മയില്ല. അവർക്ക് ഐപാഡ് മേടിച്ചു കൊടുക്കലും ഫോൺ മേടിച്ചു കൊടുക്കലും, ഷെറിൻ്റെ ഒക്കെ ശരിക്കും അവരുടെ ഒരു പേരക്കുഞ്ഞിനെ ചെറിയ കുട്ടിയെ ലാളിക്കുന്ന പോലെയും സൂപ്രണ്ടൊക്കെ ഷെറിനോട് പെരുമാറിയിരുന്നു. അവിടെ എല്ലാവരും, ഒരു സരസ്വതി എന്ന് പറയുന്നൊരു മേഡം ഉണ്ടായിരുന്നു, ഒരു വിജയകുമാരി എന്ന് പറഞ്ഞൊരു സെലിൻ എന്ന് പറയുന്നൊരു മേഡം ഉണ്ടായിരുന്നു. അവരൊക്കെ ഓമനയായിട്ടാണ് ഷെറിനെ അവർ കൊണ്ടുവന്ന് നോക്കിയിരുന്നത്. പേരെടുത്ത് പറയാൻ കാരണം അവർ ഈ ഫോൺ ഉപയോഗിച്ചതിന് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു ഷെറിൻ അവിടെ. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നതായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ആ ഫോൺ പിടിച്ചു വാങ്ങി ഫോണിൻ്റെ നമ്പർ അടക്കം ഞാൻ അന്ന് പരാതി കൊടുത്തു. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ എന്നോട് ഇതുപോലെ പ്രശ്നം വെച്ചിരുന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പേരടക്കം ഞാനൊന്ന് പരാതി കൊടുത്തു. ഉദ്യോഗസ്ഥന്മാർക്ക് ആദ്യം ഉദ്യോഗസ്ഥന്മാർക്കാണ് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കൊടുത്തത്. ഷെറിന് ട്രാൻസ്ഫർ ഒന്നും കൊടുത്തില്ല. ഷെറിന് കാരണവർ വധക്കേസിൽ ജീവന് ശിക്ഷ പറഞ്ഞപ്പോൾ അതിൽ 392 എന്നൊരു വകുപ്പ് വെച്ചിട്ടുണ്ട്, റോബറി. അത് കവർച്ചയ്ക്ക് വേണ്ടിയുള്ള കൊലപാതകം. അപ്പോൾ കവർച്ചയ്ക്ക് വേണ്ടിയുള്ള കൊലപാതകം എന്ന് പറയുമ്പോൾ അതിൽ പരോളിന് ഇത്ര വർഷത്തേക്ക് 2 വർഷത്തേക്ക് അങ്ങോട്ട് പരോള് അനുവദിക്കാൻ പാടില്ല എന്നുള്ളതുണ്ട്.
പക്ഷേ ഷെറിൻ 1 വർഷം കഴിയുമ്പോഴേക്കും പരോൾ അനുവദിച്ചു. സാധാരണ ഇപ്പോൾ ഒരു വ്യക്തി ജയിലിൽ കിടക്കുമ്പോൾ ഇതൊന്നും അനുവദിക്കാറില്ല. പ്രൊബേഷൻ റിപ്പോർട്ട് തടസ്സമാവും, പോലീസ് റിപ്പോർട്ട് തടസ്സമാവും, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുടെ നിയമപരമായിട്ട് ഇഷ്യൂസ് വരാറുണ്ട്. എന്താ പറയുക, പ്രത്യേക പരിഗണനയായിരുന്നു. വിയൂരിൽ പ്രത്യേക പരിഗണന ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെങ്കിലും അവിടുത്തെ ഡോക്ടർ കൊട എഴുതി കൊടുത്തു വെയിൽ കൊള്ളാതിരിക്കാൻ. അതാണല്ലോ അവിടെ ഉദ്യോഗസ്ഥന്മാർ, ഇവിടുത്തെ വിയൂരത്തെ ഉദ്യോഗസ്ഥന്മാർ മാനസിക പരിഗണന പോലും കൊടുക്കില്ല എന്നുള്ളൊരു പ്രത്യേകതയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ അവരായിട്ട് വഴക്കായപ്പോൾ അവർ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി ഷെറിൻ. അപ്പോൾ അതൊരു പരാതി. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരുവനന്തപുരത്തേക്ക് മാറ്റി അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക്, അട്ടക്കുളങ്ങര എന്നുള്ള ഓപ്പൺ ജയിലിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. ഓപ്പൺ ജയിലിലേക്ക് പൊതുവെ ഇങ്ങനത്തെ അവിടേക്ക് ശരിക്കും ഇങ്ങനത്തെ അലിഗേഷൻസ് ഇല്ലാത്ത ആൾക്കാരെ മാറ്റാം. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് വീണ്ടും കണ്ണൂർക്ക് മാറ്റി. പിന്നീട് ഷെറിൻ എടുക്കുമ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാറ് DGP ആയിരുന്നപ്പോൾ ഷെറിൻ്റെ ഇഷ്ടാനുസരണം പരോൾ കൊടുക്കാതിരുന്നത് കൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് വിളിച്ച് ചോദ്യം വന്നിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് അലക്സാണ്ടർ ജേക്കബ് സാറിനെ വിളിച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഷെറിൻ പരോൾ അനുവദിക്കാഞ്ഞതിൻ്റെ പേരിൽ. അത് അലക്സാണ്ടർ ജേക്കബ് സാറിനെ സാർ ഒരു ഇൻ്റർവ്യൂ എടുത്താൽ അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞുതരും. സംസാരിച്ചുള്ളതാ. അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞുതരും. അലക്സാണ്ടർ ജേക്കബിനെ ഗവൺമെൻറ്റിൽ നിന്ന് വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ആരാന്ന് എനിക്കറിയില്ല. ഷെറിന് ഇൻ്റർവ്യൂ പരോൾ അനുവദിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്നേ ഷെറിന് അത്രയും പിടിയായിരുന്നു.